ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഗൂഗിൾ ഐഒൻ്റെ ഭാഗമായുള്ള 20 അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഗൂഗിൾ ഐഒ എന്ന ഇവൻറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള 20 പ്രധാനപ്പെട്ട ആളുകൾക്ക് കാര്യങ്ങളെല്ലാം കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുന്ന തരത്തിലുള്ള അപ്ഡേറ്റ്സ് എന്താണെന്ന് നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ടെക്നോളജി വളർന്നു വരുന്ന ഈ ലോകത്തിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ആ 20 അപ്ഡേറ്റ്സ് എന്നറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് ആ അപ്ഡേറ്റ്സ് എന്ന് നോക്കാം. അതിനു മുന്നേ എന്താണ് ഗൂഗിൾ ഐഒ എന്ന് അറിയാമോ? ഇത് ഗൂഗിൾ നടത്തുന്ന ഒരു ആനുവൽ ഡെവലപ്പർ കോൺഫറൻസ് ആണ്. 2008 ഇത് ആദ്യമായി നടന്നത്. ഗൂഗിളിൻ്റെ പുതിയതായിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, ഹാർഡ്വെയർ പ്രൊഡക്ട്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആൻഡ്രോയിഡ് OS, ക്രോം, ഫയർബേസ്, AR, VR തുടങ്ങിയ ഒട്ടനവധി എക്സൈറ്റിംഗ് ടെക്നോളജീസ് അവതരിപ്പിക്കാനുള്ള വലിയൊരു വേദിയും കൂടിയാണിത്. 2008 മുതൽ ഇത് എല്ലാ വർഷവും പുതിയ എക്സൈറ്റിംഗ് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നു. ഈ വർഷത്തിൽ ഞെട്ടിപ്പിക്കുന്ന 20 അപ്ഡേറ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തെ അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ VO3. ഇപ്പോൾ നിങ്ങളൊരു സിനിമ എടുക്കണമെന്ന് വിചാരിച്ചോ. എക്സാമ്പിളിന് രാജമൗലിയുടെ RRR എന്ന മൂവി. അതിലൊരു സീനുണ്ട്, ആനിമൽസും അതുപോലെ തന്നെ NTRും തീപ്പന്തൊക്കെ പിടിച്ചിട്ട് ചാടി വരുന്നൊരു സീനുണ്ട് അല്ലേ. ആ ഒരു സീൻ എടുക്കാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സീനിൽ തന്നെ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ആ ഒരു സീനിന് എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ആ ഒരു സീനിൽ എത്ര ഗ്രാഫിക്സ് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു പ്രോംപ്റ്റിൽ തന്നെ ജനറേറ്റ് ചെയ്തെടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഈസിയാണല്ലേ. ഇതാണ് VO3 എന്ന് പറയുന്നത്. ഒരു മൂവിയിൽ കോടികൾ ചിലവാക്കി മാസങ്ങളോളം കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു ഷോട്ട് ഈ ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള VO3 ജസ്റ്റ് ഒരു ടെസ്റ്റിൽ ജനറേറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇത് 8 സെക്കൻഡ് വീഡിയോ 1-2 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സീനുകൾ സ്റ്റിച്ച് ചെയ്ത് നമുക്കൊരു മൂവി തന്നെ ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ഇമേജ് ജെൻ 4. ഇത് ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ പുതിയ ഇമേജ് ജനറേഷൻ മോഡലാണ്. ഇതിനു മുന്നേ ഉണ്ടായിരുന്നത് ഇമേജ് ജെൻ 3 ആണ്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഗൂഗിൾ ഇമേജ് ജനറേഷൻ മോഡലാണ് ഇമേജ് ജെൻ 4. പേരിലുള്ളതുപോലെ തന്നെ ഇത് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഗൂഗിളിൻ്റെ ഒരു AI മോഡലാണ്. ഇതിന് ഇമേജ് ജെൻ 3യെക്കാളും സ്പീഡിൽ ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ChatGPTയിലുള്ള ഇമേജ് ജനറേറ്റിൻ്റെ മറുപടിയും കൂടിയാണിത്. കൂടാതെ ഇത് 2K റെസൊല്യൂഷനും വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ഇമേജ് ജെൻ 4 ആക്സസ് ചെയ്യാൻ ജെമിനി അല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്യാം. കറൻ്റ്ലി കൺട്രിയിൽ അവൈലബിൾ അല്ല, സോ നിങ്ങൾക്ക് VPN യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റാണ് എന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചത്. ഇത് ഗൂഗിളിൻ്റെ പുതിയ ആപ്ലിക്കേഷനാണ്. അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവീസ് ജനറേറ്റ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. VO3 ഉപയോഗിച്ച് വീഡിയോ മാത്രമല്ല മുഴുവൻ സിനിമാ രംഗങ്ങളും ക്രിയേറ്റ് ചെയ്യാം. ഇമേജസ്, വീഡിയോസ്, സ്റ്റോറി ലൈൻസ് എന്നിവ ഫ്ലോ ഉപയോഗിച്ച് നിർമ്മിക്കാം. ഒരു പ്രശ്നമില്ലാണ്ട് ഒരു സീൻ നീട്ടാനോ അല്ലെങ്കിൽ ഒരു സീൻ കട്ട് ചെയ്യാനോ ഒരു സീൻ ആഡ് ചെയ്യാനോ നമുക്ക് ഫ്ലോ ഉപയോഗിച്ച് പറ്റും. നാലാമത്തെ അപ്ഡേറ്റ് പറഞ്ഞാൽ ലിറിയ 2 ആണ്. ഗൂഗിളിൻ്റെ മ്യൂസിക് ജനറേഷൻ മോഡലാണിത്. ശങ്കർ മഹാദേവ് AI ഉപയോഗിച്ച് ഒരു സംഗീതം സൃഷ്ടിക്കുന്ന ഒരു വീഡിയോ അവർ പ്രദർശിപ്പിച്ചു. AIനെ കുറിച്ച് ഒട്ടും അറിവില്ലാത്ത ഒരു സാധാരണ ആൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് അത്ഭുതകരമായത്. റിസർച്ച് ടു റിയാലിറ്റി എന്നായിരുന്നു ഗൂഗിൾ ഐഒ 2025 തീം. അതെനിക്ക് അടിപൊളിയായി തോന്നി. അഞ്ചാമത്തെ അപ്ഡേറ്റാണ് ഏജൻറ്റിക് ചെക്കൗട്ട്. വസ്ത്രങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് സെയിൽ വരെ കാത്തിരിക്കണോ? ഏജൻറ്റിക് ചെക്കൗട്ട് നിങ്ങളുടെ മനസ്സിനെ തകർക്കും. വില കുറയുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വലിപ്പം തിരഞ്ഞെടുത്ത് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് ഗൂഗിൾ പേ വഴി ഒറ്റ ക്ലിക്കിൽ ഓർഡർ ചെയ്യാം. ഇത് ശരിക്കും തടസ്സമില്ലാത്തൊരു അനുഭവമാണ്. ആറാമത്തെ അപ്ഡേറ്റാണ് ഷോപ്പിംഗ് ഫീച്ചർ. ഓൺലൈനിൽ വസ്ത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം ഉണ്ടാവില്ലേ. ഗൂഗിളിൻ്റെ ട്രൈ ഓൺ ഫീച്ചർ നിങ്ങളുടെ ബോഡി ഇമേജും വസ്ത്രത്തിൻ്റെ ഇമേജും ഉപയോഗിച്ച് ജെമിനിൻ്റെ മോഡലിറ്റി വഴി വസ്ത്രം നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി കാണിച്ചു തരും. ഇതെനിക്ക് കുറച്ചുകൂടി ട്രസ്റ്റബിളായിട്ട് തോന്നി. ഏഴാമത്തെ അപ്ഡേറ്റാണ് ആൻഡ്രോയിഡ് XR ഗ്ലാസസ്. ഗൂഗിൾ ഗ്ലാസിൻ്റെ പരാജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പക്ഷേ ഇത് കുറച്ചുകൂടി അമേസിംഗ് ആണ്. മെറ്റാറ ബാൻഡ് ഗ്ലാസസിന് സമാനമായി ജെമിനി നിങ്ങൾക്ക് 24/7 വെർച്വൽ അസിസ്റ്റൻ്റായി ഈ ഗ്ലാസ് കൂടെ ഉണ്ടാവും. നിങ്ങൾ കീ എവിടെയെങ്കിലും ഇപ്പോൾ മറന്നു വെച്ച് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ എവിടെയെന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കും. നിങ്ങൾക്ക് ആ കീ എവിടെയാണ് വെച്ചതെന്നുള്ള ഡയറക്ഷൻസ് നമുക്ക് ആ ഗ്ലാസ് കാണിച്ചു തരും. വാർബി പാക്കറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. മെറ്റയും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത എട്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ബീമാണ്. HBയുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. പ്രൊജക്റ്റ് സ്റ്റാർലൈൻ്റെ ഭാഗമായി 3D ഹൈ ഫിഡിലിറ്റി മീറ്റിംഗ് അനുഭവം നൽകുന്ന ഒരു സ്ക്രീൻ ഇതിലുണ്ട്. 3 ക്യാമറകൾ ഉപയോഗിച്ച്
നിങ്ങളുടെ 3D ഇമേജ് 60 Hz റിയലിസ്റ്റിക്കായി മറ്റൊരാൾക്ക് കാണാം. സൂം, ഗൂഗിൾ മീറ്റ് എന്നിവയെക്കാളും വളരെ മെച്ചപ്പെട്ട അനുഭവമാണ് ഇതിനുള്ളത്. 9ാമത്തെ അപ്ഡേറ്റ് ആണ് ഗൂഗിൾ സെർച്ച് AI മോഡ്. ജെമിനി 2.5 മോഡൽ ഉപയോഗിച്ച് 100 കണക്കിന് വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ കോൺടാക്റ്റിനനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകും. പെർപ്ലസിറ്റി പ്രോന് സമാനമായ ഒരു ഡീപ്പ് റിസർച്ച് ബട്ടൺ ഇതിലുണ്ട്. ഇത് ഗൂഗിൾ സെർച്ചിനെ തന്നെ തീർത്തും മാറ്റിമറിക്കും. 10ാമത്തെ അപ്ഡേറ്റ് ആണ് ജെമിനി ഏജന്റ് മോഡ്. പ്രൊജക്റ്റ് മേരയുടെ ഭാഗമായി ജെമിനി ആപ്പിൾ ഉദാഹരണത്തിന് എൻ്റെ ലൊക്കേഷൻ സമീപമുള്ള അപ്പാർട്ട്മെൻറ്റുകൾ കണ്ടെത്തൂ എന്ന് ഞാൻ ചോദിച്ചാൽ സില്ലോ 99answers.com പോലുള്ള സൈറ്റുകൾ നിങ്ങളുടെ ഫിൽറ്ററിനനുസരിച്ച് തിരഞ്ഞ് മികച്ച ഓപ്ഷനുകൾ നൽകും. ഇത് ഓപ്പറേറ്റേഴ്സിന് സമാനമാണ്, പക്ഷേ ജെമിനിയുടെ സ്റ്റൈലിൽ. 11ാമത്തെ അപ്ഡേറ്റ് പ്രൊജക്റ്റ് മേരയുടെ പുതിയ വേർഷനാണ്. ഒരേ സമയം 10 ടാസ്കുകൾ ചെയ്യാൻ ഇതിന് കഴിയും. ജെമിനി APIയിൽ ഇത് ലഭ്യമാണ്. ടീച്ച് ആൻഡ് റിപ്പീറ്റ് എന്ന ഫീച്ചർ വഴി നിങ്ങളുടെ വർക്ക് ഫ്ലോ കാണിച്ചു കൊടുത്താൽ അത് ആവർത്തിക്കും. എക്സാമ്പിളിന് ഇൻവോയ്സ് അയക്കുക, ക്യാൻവയിൽ ഡിസൈൻ ചെയ്യുക, അങ്ങനെ. 12ാമത്തെ അപ്ഡേറ്റ് ആണ് പ്രൊജക്റ്റ് ആസ്ട്ര. ഇത് ജെമിനി ലൈവിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ഫോണ് വഴി ക്യാമറ ഓൺ ചെയ്ത് ചുറ്റുപാട് കാണിച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സൽ, മൈക്രോവേവ്, ഓവൻ തുടങ്ങിയവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പോലെ നിങ്ങൾക്ക് ചോദിക്കാം. ആസ്ട്ര ക്ലാസിൻ്റെ സാങ്കേതിക വിദ്യ ജെമിനി ലൈവിൽ ലഭ്യമാണ്. 13ാമത്തെ അപ്ഡേറ്റ് ജെമിനി 2.5 മോഡൽ ഫാമിലിയാണ്. 2.5 പ്രോ ഇതിനകം മികച്ചതാണ്, പക്ഷേ 2.5 ഫ്ലാഷ്, 2.5 ഫ്ലാഷ് ലൈറ്റ് എന്നിവ വേഗതയേറിയ മോഡലുകളാണ്. ജെമിനി 2.5 പ്രോ ഡീപ്പ് തിങ്കിങ് മോഡൽ മാത്ത്, കോഡിംഗ്, മൾട്ടി മോഡിലിറ്റി എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. ഗൂഗിൾ AI സ്റ്റുഡിയോ, വെർട്ടക്സ് AI, ജെമിനി ആപ്പ് എന്നിവയിൽ ഇത് ട്രൈ ചെയ്യാം. 14ാമത്തെ അപ്ഡേറ്റ് സിന്ത് ID ആണ്. ഇത് ഗൂഗിൾ ഡീപ് മൈൻഡ് വികസിപ്പിച്ച ഒരു വാട്ടർമാർക്കിംഗ് സംവിധാനമാണ്. ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ്, ടെക്സ്റ്റ് എന്നിവ കണ്ടെത്താനാവുന്ന വാട്ടർമാർക്സ് നൽകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് സിന്ത് ID. ഇതിൻ്റെ സഹായത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റ് ചെയ്ത കണ്ടൻസ് തിരിച്ചറിയാൻ കഴിയും. ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. 15ാമത്തെ അപ്ഡേറ്റ് ജെമിനി ടെക്സ്റ്റ് ഡിഫ്യൂഷനാണ്. സാധാരണയായി മാത്ത്, കോഡിംഗ് പ്രശ്നങ്ങൾക്ക് LLM ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യും. പക്ഷേ ഇമേജ് ജനറേഷന് ഉപയോഗിക്കുന്ന ഡിഫ്യൂഷൻ ടെക്നോളജി ഇപ്പോൾ ടെക്സ്റ്റിംഗ് ഉപയോഗിക്കുന്നു. ഇത് കോഡ്, മാത്ത് എന്നിവ വേഗത്തിൽ ചെയ്യാൻ സഹായിക്കും. ഇത് എനിക്ക് ശരിക്കും ആവേശകരമായി തോന്നി. 16ാമത്തെ അപ്ഡേറ്റ് ആണ് സ്റ്റിച്ച്. ഡിസൈനോ കോഡിങ്ങോ അറിയില്ലെങ്കിലും സ്റ്റിച്ച് ഉപയോഗിച്ച് ആപ്പുകൾ സൃഷ്ടിക്കാം. ഒരു ടെക്സ്റ്റ് പ്രോംപ്റ്റ് നൽകിയാൽ വയർ ഫ്രെയിമുകൾ, ഫിഗ്മ പോലുള്ള ഡിസൈനുകൾ, കോഡ് എന്നിവ സൃഷ്ടിക്കാം. ഇത് ഗൂഗിൾ വഴി ആപ്പ് ഡിപ്ലോയ് ചെയ്യാം. ഇത് തികച്ചും അവിശ്വസനീയമാണ്. 17ാമത്തെ അപ്ഡേറ്റ് ആണ് ജൂൾസ് കോഡിംഗ് ഏജന്റ്. ഗിറ്റ്ഹബ് കോപ്പൈലറ്റിന് സമാനമായി മുഴുവൻ കോഡ് ബേസുകളും സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ കോഡ് ബേസ് ഡ്രോപ്പ് ചെയ്താൽ അത് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി ടെക്സ്റ്റിൽ നിന്ന് റെഡി ടു യൂസ് ആപ്പിലേക്ക് എത്തിക്കും. 18ാമത്തെ അപ്ഡേറ്റ് ആണ് ജെമിനി ഇൻ ക്രോം. ക്രോമിൽ ഒരു ബട്ടൺ വഴി നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിനെ കുറിച്ച് എന്തും ചോദിക്കാം. ഗൂഗിൾ സ്യൂട്ടിൻ്റെ ആക്സസ് ഉള്ളതിനാൽ ഷെഡ്യൂളിംഗ് മുതൽ എന്തും എളുപ്പത്തിൽ ചെയ്യാം. 19ാമത്തെ അപ്ഡേറ്റ് ഗൂഗിൾ മീറ്റ് ലൈവ് ട്രാൻസ്ലേഷനാണ്. ഞാൻ ഹിന്ദിയിൽ സംസാരിക്കുന്നു, നിങ്ങൾക്ക് മലയാളം മാത്രമേ അറിയൂ എങ്കിൽ ഗൂഗിൾ മീറ്റ് ഹിന്ദി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യും, മലയാളം ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്യും. ഭാഷ തടസ്സമില്ലാതെ ആശയവിനിമയം നടത്താം. ഇതും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. 20ാമത്തെ അപ്ഡേറ്റ് ആണ് ഗൂഗിൾ AI പ്രൈസിംഗ്. ഈ ടൂൾസ് ഒരുപാട് സൗജന്യമായി ഉപയോഗിക്കാം, പക്ഷേ ലിമിറ്റേഷൻസ് ഉണ്ട്. പെർ മന്ത് $20 പ്ലാനിൽ VO3, ഫ്ലോ തുടങ്ങിയവയിലേക്ക് ആക്സസ് ലഭിക്കും. ഗൂഗിൾ AI അൾട്ര എന്ന പെർ മന്ത് $250 പ്ലാനിൽ VO3, ഇമേജ് ജെൻ 4, ഫ്ലോ, ഏജന്റ് ക്യാപ്പബിലിറ്റീസ് എന്നിവയിലേക്ക് ആക്സസ് ലഭിക്കും. പെർ മന്ത് $250 നിങ്ങൾക്ക് മൂല്യമുള്ളതാണോ എന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് 2025 ഗൂഗിൾ I/Oൻ്റെ 20 അപ്ഡേഷൻസ്. ഗൂഗിൾ എല്ലാ AI ടൂളുകളെയും മറികടക്കാൻ ശ്രമിക്കുന്നു. ഗൂഗിൾ സ്യൂട്ടിനുള്ളിൽ തന്നെ മികച്ച അനുഭവം നൽകാൻ ശ്രമിക്കുന്നു. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേഷൻസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.